ഡ്രമാറ്റിക് സിനിമാറ്റിക് മ്യൂസിക്കൽ ബാലെ ചക്കിക്കൊത്ത ചന്ദ്രക്കൊത്ത ചന്ദ്രൻ ചക്കിക്കൊത്തൊരു ചന്ദ്രൻ ചെക്കൻ നാള് ഭയങ്കരൻ കവലകൾ തോറും വായിൽ നോക്കി തെണ്ടി നടക്കണ സുന്ദരൻ ചെക്കന് ചേർന്നൊരു സുന്ദരി കണ്ടാലിവൾ ഭയങ്കരി സിനിമാ നദിയെ പോലെ ചെത്തി നടക്കണ വെള്ളൊടി. ഞങ്ങൾ ആരംഭിക്കട്ടെ. ചക്കിക്കൊത്ത ചന്ദ്രൻ കൊത്ത ചന്ദ്രൻ. കഷ്ടപ്പാടൊന്ന് കുറഞ്ഞത് ഈ മുടിഞ്ഞ വീട്ടിൽ പണിയെടുത്തന്റെ നടുവൊടിയാറായി തുണികളൊക്കെ പഠിച്ചു കാരണം കഷ്ടപ്പാടിനു വേറെ മുടിഞ്ഞ വീട്ടിൽ പണിയെടുത്തന്റെ നടുവൊടിയാറായി തുണികളൊക്കെ പഠിച്ചു കാരണം കഷ്ടപ്പാടിനു വേറെ. അതെങ്ങനെയാ? അച്ഛനെന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, പണ്ടെങ്ങാണ്ട് ബാലയിൽ രാജാവിന്റെ വേഷം കെട്ടിന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും രാജാവെന്ന് പറഞ്ഞ് നടക്കാം. ഒരു പണിക്ക് പോകത്തില്ല, മകനെ കുറിച്ചൊരു ചിന്തയില്ല. ദേ മനുഷ്യനെ ഒന്നങ്ങോട്ട് വന്നേ. രാജാതി രാജ ചേരാതി ചേര മൂർഖാതി അണലി നീർക്കോലി ഞാനൂലി മഹാരാജാവ് എഴുന്നിരുന്നു മുള്ളുന്നേ എഴുന്നള്ളുന്നേ. മറിയക്കുട്ടി നീയാണെന്റെ തങ്കക്കട്ടി എന്നും നീയാണെന്റെ പൊന്നും കട്ടി. നീ എന്റെ കരളിന്റെ കരമുത്തല്ല, നീ എന്നെ കാണുമ്പോഴഞ്ഞിത്ത വിളിക്കല. എന്നെ കണ്ടാടി കുടിക്കാൻ ചിരി കഞ്ഞിതാടി. മനുഷ്യ എന്ത്? ആരെവിടെ? ഇവിടെ എങ്ങും ആരുമില്ല. അല്ല, ആരുമില്ലെന്നറിയാം, എന്നാലും വെറുതെ ചോദിച്ചതാ. ഇത്രയും നാള് ബാല കളിച്ച് നടന്നിട്ട് കിട്ടിയത് ഈ നശിച്ച ആരെവിടെയും ആ പണിച്ച പാടും. വാളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നാം ഒരു കാര്യം. നാം ഇന്നലെ എവിടെയോ വാള് വെച്ചു. അതെവിടെയാണ്? എവിടെയാണോ? ദേ ആ അടുക്കളയുടെ മൂലയ്ക്ക്. ഓർമ്മ അടുക്കാൻ വേണ്ട. ആ വാളിന്റെ കാര്യമല്ലേ പറഞ്ഞത്? നാം നമ്മുടെ ഉടവാളിന്റെ കാര്യമാണ് പറഞ്ഞത്, അല്ലാതെ നിന്റെ അപ്പം കൊണ്ടുവന്ന സ്ത്രീധനത്തിന്റെ കാര്യമല്ല. എന്റെ അപ്പനെ കാര്യം വിളിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ, ഈശ്വരാ, എന്തിന് നീ എന്നെ വിലയില്ലാത്ത രാജാവാക്കി മാറ്റി? എന്നാൽ നാം ഈ അന്തപ്പുരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. എങ്ങോട്ട്? ചൂത് കളിക്കാൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തെ കൊണ്ട് ഒടുക്കത്തെ ചൂതുകളെ നിർത്തിയേക്കണം. സാധ്യമല്ല. രാമായണത്തിലെ പഞ്ചപാണ്ഡവരായ 4 പേരും ായിരുന്നു, അവരെ പോലെ അടി ഞാനും. എന്നാലേ ഞാൻ മഹാഭാരതത്തിലെ പാഞ്ചാലിയാവും. 5 കെട്ടിയവന്മാരെ ഒപ്പിച്ച പോലെ. ഈശ്വരാ, എന്തിനെ ഒരു വിലയില്ലാത്ത രാജാവാക്കി? ഓ എന്റെ പൊന്നു മഹാരാജാവേ, എന്നാടി? നമ്മുടെ മകനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ ബ്രോക്കർ ഇന്നെങ്ങാനും വരുമോ? എന്താ ഒരാൾ പറഞ്ഞിട്ട് ബ്രോക്കർ വരാതിരിക്കോളി, വരാതിരുന്നാലേ കഥാപ്രസംഗ പരിപാടിയൊക്കെ നിർത്തി അയാൾക്ക് പിതാ പണി. സർഗസംഗീതമുണർത്തു 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 സരിഗമപദരിസ ഓക്കെ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുണർത്തു സർഗസംഗീതമുണർത്തു. സംപൂജ്യരായ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ അഭിവാദനങ്ങൾ. അയ്യോ നിർത്തൂ. അയ്യോ
ഇതാരാ അറിയില്ലേ? ഇതാണ് ചെറുക്കന്റെ അച്ഛൻ. പാലേക്കാരനാടാ പാലേക്കാരൻ. അപ്പൊ ആശാനെ പോലെ തന്നെ എന്ന് വെച്ചാൽ ഈനാമ്പേച്ചിക്ക് മരപ്പെട്ട് കൂട്ട്. നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചത്? ഇന്നലെ ഒരു കഥാപുസ്തക പരിപാടി ഉണ്ട്. അത് തുടങ്ങാൻ ഉദ്ദേശിച്ചത് 10 മണിക്കാണ്. തുടങ്ങിയപ്പോൾ 11 പിന്നെ 12 അവസാനം 1. അതെ, കാണാൻ ഒരാൾ മാത്രമായി. നീ സിമ്പൽ അടിച്ചോ, പക്ഷെ എനിക്കിട്ടടിക്കല്ലേ. അതാണോ ഇത്രയും വൈകിയത്? വരുന്ന വഴിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് പഞ്ചറായി. എന്നിട്ട് സ്റ്റെപ്പിനി ഇല്ലായിരുന്നു. സൈക്കിളിന് എവിടെയാണ് സ്റ്റെപ്പിനി? കയ്യിലെന്തൊരു കെട്ട്. 3 വർഷം മുമ്പ് ആശാൻ ഒരു കെട്ട് നടത്തിയതിന്റെ പാരിതോഷികമായി പെണ്ണിന്റെ അപ്പം കൊടുത്ത വെട്ട. അതിന്റെയാ ഈ കെട്ട്. എങ്ങനെ വെട്ടാതിരിക്കും? താൻ എനിക്ക് കിളിപോലെ ഒരു പെണ്ണിനെ കെട്ടിച്ചു തരാതെ കൊടുത്ത്. ഈ നിൽക്കുന്ന മൂങ്ങയല്ലടോ താൻ കെട്ടിച്ചു തന്നത്. മൂങ്ങ എന്താ കിളി അല്ലേ? നിങ്ങൾ വായം പൊളിച്ചു നിൽക്കാതെ എങ്ങനെയുള്ള പെണ്ണ് വേണമെന്നൊന്ന് പറഞ്ഞു കൊടുക്ക. അതെ, പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. ആ പെണ്ണു വേണം, ഒരു പെണ്ണു വേണം, മോണിക്ക പോലൊരു പെണ്ണു വേണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. നല്ല പൊക്കം വേണം, നല്ല നിറം വേണം, ഞങ്ങളെ പൊന്നുപോൽ നോക്കിയിടണം. ചെക്കന്റെ കൂടെ ആ പെണ്ണൊന്നു പോകുമ്പോൾ ആളുകൾ അന്തിച്ച് നോക്കിയിടണം. നല്ലോണം തടി വേണം, അതിനൊത്ത മുടി വേണം, സ്ത്രീധനം വേണോളം കിട്ടിയിടണം. ഞാൻ അവതരിപ്പിക്കുന്ന പെണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരിയാണവൾ, സുമുഖിയാണവൾ, സുശീലയാണവൾ, ജാനകിയാണവൾ, വെല്ലിമയാണവൾ. മേക്കപ്പ് ഇല്ലെങ്കിൽ വെല്ലിയമ്മയാണവൾ. സിമ്പൽ അടിക്കല്ലേ. എന്തായാലും വേണ്ടില്ല, ഞങ്ങളെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണാവണം. അല്ലാതെ എന്നോട് പോരെടുക്കാനെങ്ങാനും വന്നാലുണ്ടല്ലോ. പോരെടുത്താൽ എന്താ കുഴപ്പം? എന്നോട് പോരെടുത്താലവളെ ഉലക്കയ്ക്ക് തലക്കടിക്കും, ഞാൻ തലമണ്ട തല്ലിപ്പൊളിക്കും. എന്നോട് ചൂടായെന്നാലവളെ ചുടുകട്ടയ്ക്കെറിഞ്ഞോടിക്കും, വെള്ളം എടുത്തൊഴിക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. പോരെങ്കിൽ പോര്, സ്നേഹമെങ്കിൽ സ്നേഹം, ഏതായാലും രണ്ടിലൊന്ന് നടക്കും. അല്ല, ഞാൻ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഈ നാടിന്റെ രോമാഞ്ചമായി പാറിപ്പറന്ന് നടക്കുന്ന യുവകോമളനെ പിടിച്ച് നിങ്ങൾ എന്തിനാണ് പെണ്ണി കെട്ടിക്കുന്നത്? എന്തിനാണെന്നോ അവനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. കുരുത്തം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ആ കുരുത്തം കെട്ടൊരു മകൻ എനിക്കുണ്ട് തങ്കപ്പൻ, അവൻ കുളക്കടവിളി ഒളിച്ചിരിക്കണ തങ്കപ്പൻ. ഏതു പെണ്ണിനെ കണ്ടാലും പിന്നാലെ കൂടണ തങ്കപ്പൻ, നല്ല തല്ലുകൊണ്ടെന്നാലും വിളിച്ചു നിൽക്കും തങ്കപ്പൻ. അയ്യോ, തന്റെ മോനെ മര്യാദ കൊള്ളാം കേട്ടോ. അല്ല, എന്താ ഇത്? അവൻ ഏതോ ഒരു കുളക്കടവിലുണ്ട്, അത് ഉറപ്പാ. അവൻ എവിടെ ചെന്നാലും അതിന്റെ റിസൾട്ട് എനിക്ക് അപ്പൊ തന്നെ എവിടെ കിട്ടും. ഈശ്വരാ, ചെറുക്കനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു യാത്ര പോകാം. ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയായിരുന്നു. പ്രിയതമേ, നാം കല്യാണ മാമംഗത്തിന് പോയി വരട്ടെ. എങ്ങോട്ടെങ്കിലും ഒന്ന് പോടോ. അയ്യോ, ഹലോ, അയ്യോ, ഇന്നത്തെ ഡോഗ് ഷോയ്ക്ക് ഡോഗിനെ കൊണ്ടുവരാൻ പറ്റില്ല. പകരം ഞാൻ ഹസ്സിനെ വിടാം. ഓ, ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ദിവസമോ? നോ 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 നോ, എന്നെയല്ല, എന്റെ മകളെ. യെസ് യെസ് യെസ്, മൈ ഓൺലി ഡോട്ടർ. ഓക്കേ, ബൈ ബൈ. അയ്യോ, ആരാ അത്? ഞങ്ങളാണ്. കയറി വരൂ. നിങ്ങൾ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ചെറുക്കനെ കൂട്ടരും ഇതാ എത്തിക്കഴിഞ്ഞു. അയ്യോ, പക്ഷേ ഏതാ ഈ ഹനുമാൻ? എന്താ ആരാണെന്ന് ഈ വിക്രീഡത്തോട് പുലപ്പിക്കുന്നു? അയ്യോ, ഈ നിൽക്കുന്നത് ഹനുമാനല്ല, ഈ നിൽക്കുന്നതാണ് സുഗ്രീവൻ. അതെ, ഇത് തന്നെയാണ് ചെറുക്കന്റെ അപ്പൻ. അയ്യേ, ഇയാളുടെ മകനെ കൊണ്ടാണോ എന്റെ മകളെ കെട്ടിക്കാൻ പോകുന്നത്? അയ്യോ, ഇത് വെറും തണ്ട. പക്ഷേ ഇതുപോലല്ല മകൻ. ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുണ്ടിൽ തിളങ്ങി നിൽക്കും നീലരാജാതീരൻ, അവൻ പുഞ്ചിരിക്കുമ്പം ഒരു പഞ്ഞ കാണും ചെറുക്കൻ ശ്യാമളൻ കോമളൻ. വിണ്ട ചുണ്ടിൽ തിളങ്ങി നിൽക്കും നീലരാജാതീരി.
ഡിഗ്രിയൊക്കെയാണെങ്കിലും ചെറുക്കൻ ഒന്നുണ്ട്. വിദ്യാഭ്യാസം, ജോലിഫിക്കേഷൻ. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, ചേട്ടായി എനിക്കൊരു പണി വേണം, ഒരു ഇണ വേണം, ഒരു തുണ വേണം, അതിന് എനിക്കൊരു പെണ്ണ് വേണം. ഞാൻ പറഞ്ഞു, നിനക്കൊരുത്തിക്കല്ല കുതിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൾ ആന. അല്ല, ഭാഷ വള്ളിയിടാൻ മറന്നുപോയതാ. ആനി. ആരുണ്ട്? അതാരാ?